ഇന്നേ ഗോതമ്പൊടി കൊണ്ട് കച്ചോരി വളരെ കുറഞ്ഞ എണ്ണയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. കണ്ടോ ഞാൻ ഉണ്ടാക്കിയ കച്ചോരി. അതിനായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ആ ഉപ്പും ഗോതമ്പ് പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അത് നോർമൽ വാട്ടർ ഒഴിച്ചാണ് കുഴയ്ക്കുന്നത്. കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതൊന്ന് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തൂവി കൊടുക്കാം. എണ്ണ പുരട്ടി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതവിടെ ഇരിക്കട്ടെ. അതിനായിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മുഴുത്ത സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഒത്തിരി ഗോൾഡൻ കളറാകേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വഴറ്റിയെടുത്താൽ മതി നമ്മൾക്ക്. അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് അതും ഇട്ട് കൊടുത്തു. പിന്നെ 2 തണ്ട് വേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് അതും ഇട്ട് കൊടുത്തു. നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയാൽ മതി. നമ്മുടെ സവോള നന്നായിട്ടൊന്ന് സോഫ്റ്റായി. സവോളയും ആ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ ആ പച്ചമണമൊക്കെ തീരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ ആ പച്ചപ്പ് മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ആ സവോളയുടെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മസാലകളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം.
മസാലകളും സവോളയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഏകദേശം മാറി വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്തു. ടൊമാറ്റോ സോസും കൂടി ആ മസാലയിലേക്ക് ഇടുമ്പോൾ ആ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ടൊമാറ്റോ സോസും കൂടി ഇളക്കി എല്ലായിടത്തും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം നമുക്ക്. ഇപ്പം നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അത് തണുക്കുവാനായിട്ട് വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ആ മാവ് ചെറിയ ഉരുളകളാക്കി എടുക്കാം നമുക്ക്. ചപ്പാത്തിക്കൊക്കെ നമ്മൾ പരത്താനായിട്ട് ഉരുളകൾ ഉണ്ടാക്കൂലേ, അതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ചെറിയ ചെറിയ പീസായിട്ട് മാവ് മുറിച്ച് നമ്മൾക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പം ഞാനെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. 7 ഉരുളകളായിട്ട് ഉരുട്ടി വെച്ചു. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തും പോലെ അങ്ങനെ നന്നായിട്ട് പരത്തണ്ട, അത്രയും കനം കുറവും വേണ്ട. ഇച്ചിരി കനത്തേൽ നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന ആ മുഴുപ്പ് മതി, എന്നാൽ കുറച്ച് കനവും ഉണ്ടായിരിക്കണം. അങ്ങനെ നമുക്ക് നമ്മളുടെ മാവ് പരത്തിയെടുക്കാം. ഇത്ര മതി. ഇനി നമുക്കതിലേക്ക് നമ്മളുടെ മസാലക്കൂട്ട്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല 1 സ്പൂണ് വെച്ചിട്ട് നമ്മൾക്കിതുപോലെ അരികെ ഇങ്ങനെ മടക്കി മടക്കി എടുക്കാം. എല്ലാ വശവും ഇങ്ങനെ തെറുത്ത് ഇങ്ങനെ മടക്കി മടക്കി എടുത്തിട്ട് അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് എന്നിട്ട് ഇങ്ങനെ പരത്തി, കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പരത്തി നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രൂപത്തിൽ നമുക്കൊന്ന് വട്ടത്തിലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടോ? ഇതുപോലെ ഇത്ര മതി. അങ്ങനെ നമുക്ക് വീണ്ടും അതുപോലെ തന്നെ പരത്തി ഉള്ളിലേക്ക് മസാല വെച്ച് അരികെ തുറുത്ത് ഇങ്ങനെ ഞൊറിഞ്ഞെടുക്കാം നമുക്ക്. ഇതുപോലെ എല്ലാ വശവും ഇങ്ങനെ ചേർത്ത് ഞൊറിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് കൈകൊണ്ടൊന്ന് അമർത്തി പരത്തി ഷേപ്പാക്കി മാറ്റി വയ്ക്കാം. അതുപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഇങ്ങനെ എല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
അതിന് ശേഷം നമ്മൾക്ക് ഒന്ന് ആവി കയറ്റി എടുക്കാം. അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി പാത്രം തട്ടിലേക്ക് ഓരോന്നും വെച്ച് നമുക്ക് അടിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ തട്ടിൽ ഇത് വെച്ചിട്ട് ഈ നമ്മളുണ്ടാക്കിയ അത് കച്ചോരിയുടെ അത് വെച്ചിട്ട് ഇഡ്ഡലി പാത്രം അടച്ച് നമുക്കൊരു 5 മിനിറ്റ് വേവിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ വേവിച്ച ആ കച്ചോരി നമ്മൾക്ക് എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കാം. നമ്മൾക്ക് ഉണ്ടാക്കിയിട്ട് എണ്ണ കൂടുതൽ ഒഴിച്ച എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കാൻ വേണമെങ്കിൽ അത്ര എണ്ണ നമ്മൾക്ക് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് വേവിച്ചെടുത്തത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുത്താൽ മതി അപ്പുറവും ഇപ്പുറവും. ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചപ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. കണ്ടോ, ആ ഷേപ്പ് ഒന്ന് പൊന്തി ഒന്ന് വീർത്ത് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം അധികം എണ്ണയൊന്നും ഒഴിച്ചില്ല, ഒരു 2-3 സ്പൂൺ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചുള്ളൂ. അതിലേക്കിട്ട് നമുക്കതൊന്ന് അപ്പുറവും ഇപ്പുറവും മൊരിച്ച് ഒന്നെടുക്കാം. ഒത്തിരി എണ്ണയൊന്നും കുടിക്കത്തില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് മൊരിഞ്ഞ് കിട്ടും. നമ്മൾ ഓൾറെഡി വേവിച്ചതാണല്ലോ, അതുകൊണ്ട് നമ്മൾക്ക് ഇത് ഒത്തിരി നേരം ഇട്ട് വേവിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അപ്പം നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഗോതമ്പ് പൊടി കൊണ്ട് വളരെ കുറഞ്ഞ എണ്ണയിൽ നമ്മൾ കച്ചോരി ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. വളരെ ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് വളരെ എളുപ്പവുമാണ്, എന്നാൽ വളരെ ടേസ്റ്റുമാണ്. നമ്മളുടെ കച്ചോരി റെഡി ആയിട്ടുണ്ട് കണ്ടോ, വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.